ഉണ്ടായിരുന്നില്ല. രക്ഷാപ്രവർത്തനം അത്രയധികം ദുഷ്കരമാണ് എന്നുള്ളതാണ്. ഇത് കടലിൽ കലർന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, പാരിസ്ഥിതികമായിട്ട് ഏത് തരത്തിലുള്ള ആഘാതമായിരിക്കും ഉണ്ടാവുക എന്നൊക്കെയുള്ളതിൽ ആശങ്ക നിലനിൽക്കുന്നു. പക്ഷേ ദുരന്ത നിവാരണ വകുപ്പ് ഇതുവരെ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല. അത് കേരളത്തിന്റെ തീരത്തേക്ക് വലിയ ആഘാതമുണ്ടാക്കില്ല എന്ന വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകളൊന്നും ഇതുവരെ നൽകിയിട്ടില്ല. മംഗളൂരുവിലേക്കാണ് ഈ INS സൂറത്ത് 18 പേരുമായി, ആ 18 പേരിൽ 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് മംഗളൂരുവിൽ നിന്ന് ഷഫീഖ് നസ്രുള്ള ചേരുന്നുണ്ട്. ഷഫീഖ്, ഷിപ്പ് എത്താറായോ? നേരത്തെ ആദ്യം 10 മണിയോടുകൂടി എത്തും എന്നാണ് അറിയിച്ചിരുന്നത്. പിന്നീട് അത് 12 മണിയോടുകൂടി എത്താനുള്ള സാധ്യതയാണ് കണക്കുകൂട്ടുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആശുപത്രിയിലേക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സർവ്വസജ്ജമായാണ് ഇപ്പോൾ പോർട്ടിൽ ഉള്ളത്. ആരോഗ്യ പ്രവർത്തകരടക്കം ആംബുലൻസ് ഉൾപ്പെടെ ഇവിടെ എത്തിയാൽ ഉടൻ തന്നെ AJ ആശുപത്രിയിൽ എത്തിക്കാനാണ് തീരുമാനം. 18 പേരെയും AJ ആശുപത്രിയിൽ എത്തിക്കും. അതിൽ 5 പേർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് എന്നതാണ് പ്രാഥമികമായി ലഭ്യമാവുന്ന വിവരം. ഇതിൽ 2 പേരുടെ പരിക്ക് അതീവ ഗുരുതരമാണ് എന്ന സൂചനയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 5 പേരെയും വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കും. അത് AJ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർമാരടക്കമുള്ള സംഘം ഇപ്പോൾ